ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അതല്ലാണ്ട് എൻ്റെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് കിട്ടും മെമ്പർഷിപ്പിൻ്റെ. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേഗം ആക്സസ് കിട്ടും. ഞാൻ വീഡിയോസ് ഇടണേ ഉടനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നോൺ മെമ്പേഴ്സിന് ആ ആക്സസ് ഇല്ല, അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, ബോണസ് റീഡിങ്സ്, ബോണസ് ഷോർട്സ്, ബോണസ് മെസ്സേജസ് അതൊക്കെ മെമ്പേഴ്സിനേ ഉള്ളൂ, നോൺ മെമ്പേഴ്സിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പേർക്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞ മാതിരി ജോയിൻ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ് സെപ്റ്റംബറിന്, അത് നമ്മൾക്ക് കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബറിൽ എന്താ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? കാപ്രിക്കോണിന്റെ പാസ്റ്റ് എനർജിയിലാണ് ക്വീൻ ഓഫ് സോർഡ്സ്. കറണ്ട് എനർജി കാപ്രിക്കോണിന് വേണ്ടിയിട്ട്, കറണ്ട് എനർജി കാപ്രിക്കോണിന് വേണ്ടിയിട്ടാണ് ടെൻ ഓഫ് സോർഡ്സ്. ഫ്യൂച്ചർ എനർജി കാപ്രിക്കോണിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ എനർജിയാണ് നൈൻ ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ചാലഞ്ച്, ഏറ്റവും വലിയ ചാലഞ്ച് ഹാങ്ഡ് വൺ. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അഡ്വൈസ് ആണ് നൈൻ ഓഫ് വാൻഡ്സ്. ഹിഡൻ ഫാക്ടർ, ഹിഡൻ ഫാക്ടർ ആണ് നൈൻ ഓഫ് കപ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി, ഓവറോൾ എനർജി ആണ് ഫോർ ഓഫ് കപ്സ്. നിങ്ങളുടെ ഔട്ട്കം, ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്, അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി ഫോർ ഓഫ് കപ്സ് ആണ്. ഫോർ ഓഫ് കപ്സ് ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. നിങ്ങൾ പ്രസൻറ്റിലല്ല ഫോക്കസ് ചെയ്യണത്. ഓക്കെ, നിങ്ങൾ വേറെ എവിടെയോ, നിങ്ങളുടെ മനസ്സ് തന്നെ വേറെ എവിടെയോ ആണ്, പ്രീ ഓക്യുപ്പൈഡ് ആണ്, ബോർഡായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഫോർ ഓഫ് കപ്സ് എന്താണ് ഇവിടെ എനർജി? സിക്സ് ഓഫ് സ്വോർഡ്സ്. സിക്സ് ഓഫ് സ്വോർഡ്സ് ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ വിട്ടിട്ടൊരു സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണേ. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് ആക്ച്വലി സെപ്റ്റംബർ മാസം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറച്ചൊരു ഡിസ്ഇൻട്രസ്റ്റഡ് ആയി കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കുറേ നിങ്ങളുടെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കുന്നു. ആൻഡ് ഓൾറെഡി നിങ്ങളുടെ എനർജി കുറേ ഒരു ചേഞ്ചിൻ്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു നിങ്ങൾ ബോർഡാണ്, ഇല്ല വെച്ചാൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഒന്നിലും. കുറച്ച് ലോ എനർജിയാണ് നിങ്ങളുടെ. ഇതെന്താണ് കാര്യം? മേ ബി ഫിനാൻഷ്യൽ ആയിരിക്കാം, ഓറൽസ് ഒരു ടോറസ് ഇവിടെ കാണാണ്ട് ഈ പേഴ്സണെ കുറിച്ച് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നേ. ഇപ്പോൾ പാസ്റ്റിൽ ഞാൻ ക്വീൻ ഓഫ് സോർഡ്സ് ആണ് കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് ഒരു ഡിവോഴ്സ്ഡ്, ചിലപ്പോൾ ചില സമയത്ത് ഇതൊരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു സെപ്പറേറ്റഡ് പറഞ്ഞ ഒരു പേഴ്സൺ ഫൈനലി എന്തോ ഒരു ട്രൂത്ത് കാണണു, എന്തോ ഒരു കാര്യം റിവീലായി, അവർക്ക് മനസ്സിലായി, എന്തോ ഒരു റെവലേഷൻ ഉണ്ടായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ക്ലാരിറ്റിയുടെ കൂടെയാണ് ഡീൽ ചെയ്യണത്. അതിൽ ചിലപ്പോൾ ചില ആൾക്കാരെ അവർ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ആ എനർജിയിലാണ് ഇവിടെ പാസ്റ്റിൽ. അപ്പോൾ മേ ബി നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ചില ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തു, എന്തോ റിവീലായി, ഇല്ല എന്തോ ഒരു ട്രൂത്ത് റിവീലായി. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി, ഒരു ഫൈറ്റ് ഉണ്ടായി, ഓറൽസ് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിവോഴ്സ്, ഇല്ല സെപ്പറേഷൻ ആയിരിക്കാം.
അപ്പോൾ ഈ ക്വീൻ ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് കപ്സ്. അപ്പോൾ 3 ഓഫ് കപ്സ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇത് വെർഗോ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മേ ബി ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോണിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ലച്ചാൽ ഇത് നിങ്ങളുടെ എനർജി തന്നെ ആവാം. പക്ഷെ ഇതൊരു മേ ബി നിങ്ങൾ മാരീഡ് ആയിരുന്നു, നിങ്ങളുടെ കുട്ടികളും ഉണ്ടാവാൻ വഴിയുണ്ട്. പിന്നെ ചിലവർക്ക് മേ ബി കുട്ടികളുണ്ട്. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ഉണ്ടായിട്ടുണ്ട്. കുറെ ആൾക്കാരെ കാണാണ്ട് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ. ക്വീൻ ഓഫ് വാൻസ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് സോഡ്സ് എല്ലാം വേറെ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഇവിടെ ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും ആയിരിക്കാം കേട്ടോ. ഇത് ലവ് തന്നെ ആവണം എന്നില്ല. മേ ബി ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് കറണ്ട് എനർജിയിൽ ഇപ്പോൾ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ എൻഡ് ആവുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ബിട്രേഡായി ഫീൽ ചെയ്യുന്നുണ്ട്. 10 ഓഫ് സോഡ്സ് ഒരു ഡിഫിക്കൾട്ട് എനർജിയാണ്. നിങ്ങൾ ടയേർഡ് ആയിരിക്കണു. 3 ഓഫ് സോഡ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ആർഡിയോ മേ ബി ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ഓഫ് ആയിരിക്കും, ഓറൽസ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ എൻഡിങ് ആയിരിക്കാം ഇത്. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങൾ അതിന് ഡീലാണ് ചെയ്യണത്. അതിന് പുറത്തു വരാൻ പറഞ്ഞാൽ ഹീൽ ചെയ്യാനാണ് നോക്കണത്. പക്ഷെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട് ലവില്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻസസിലാണ് നിങ്ങളുടെ ശ്രദ്ധ. അത്ര ലവും റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. കുറെ ഇൻഡിപെൻഡന്റ് എനർജിയാണ് 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഡെവിൽ ആണ് ഇവിടെ. കാപ്രിക്കോൺ തന്നെ എനർജിയാണ് ഇത്. അപ്പോൾ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, എസ്പെഷ്യലി ഒരു ലവ് റിലേഷൻഷിപ്പിൽ, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ എന്തോ ശരിയാവാത്ത എനർജി, കുറെ ടോക്സിക് സിറ്റുവേഷൻ ആയിരുന്നു അത്. പക്ഷെ നിങ്ങൾ അതിന് ഇപ്പോൾ ഫൈനലി ഫ്യൂച്ചറിൽ ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യണം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് ഹാങ്ഡ് വൺ. അപ്പോൾ ഇത് പൈസീസ് എനർജിയാണ്. പക്ഷെ ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്, ലെറ്റിംഗ് ഗോയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ആരോ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, ഓറെൽസ് മറക്കാൻ പറ്റുന്നില്ല എന്താ ഉണ്ടായേ പറഞ്ഞാൽ. നിങ്ങൾ ആ പാസ്റ്റിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ തന്നെ ഹേർട്ടാണ് ആവണത്. അതിനെ ഫർഗിവ് ചെയ്യാൻ പറ്റുന്നില്ല, ഫർഗെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എനർജി. കുറെ ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ആ ഹീലിംഗിന് സമയം എടുക്കുന്നുണ്ട്. കുറെ സ്ട്രെസ് ഉണ്ട് ഇവിടെ. ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ക്ലോഷറും ഉണ്ടാവില്ല. മേ ബി അതും ഒരു കാര്യമായിരിക്കും അവിടെ. നിങ്ങളുടെ അഡ്വൈസ് 9 ഓഫ് വാൻസ് ആണ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താ ഉണ്ടാവുക, ഒരു ഫിയർ ഉണ്ട്. ആൻഡ് അതാണ് നിങ്ങളെ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഈ ഫിയർ നിങ്ങളെ ബ്ലോക്കാണ് ചെയ്യണത് മുമ്പോട്ട് പോവാൻ. നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഈ 9 ഓഫ് വാൻസ് എന്താണ് ഇവിടെ? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ ഫിയർ വന്നിരിക്കണോ നിങ്ങൾക്ക് എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുമ്പേ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് കുറെ ഒരു ബിട്രിയലായിട്ടായി എൻഡപ്പായി. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി, അത് ഫ്യൂച്ചറിലും ഇങ്ങനെ ആദ്യം എൻ്റെ കൂടെ ആരെങ്കിലും ഇങ്ങനെ ഒരു ചീറ്റിംഗ് ഉണ്ടാവുമോ, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുമോ, അങ്ങനത്തെ പേടി, ഒരു ഫിയർ നിങ്ങളെ മുമ്പോട്ട് പോകാൻ ബ്ലോക്ക് ചെയ്യണം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ലവ് ഓഫർ ഉണ്ട്, ഒരു പുതിയ പേഴ്സൺ ഉണ്ട്. പക്ഷെ നിങ്ങൾ കുറെ ഗാർഡഡ് ആണ്. ഈ പേഴ്സണിന്റെ കൂടെ നിങ്ങൾ ഒട്ടും ഓപ്പൺ അപ്പ് ആവുന്നില്ല. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. നിങ്ങളുടെ ആക്ച്വലി വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഉണ്ടാവുന്നത് സെപ്റ്റംബറിൽ. പക്ഷെ അതൊരു ന്യൂ പേഴ്സണിന്റെ രൂപത്തിലാണ്. പറഞ്ഞാൽ പാസ്റ്റ് പേഴ്സൺ അല്ല, പക്ഷെ ഒരു പുതിയ പേഴ്സൺ വരുമ്പോൾ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്റ്റക്കാണ്, സ്റ്റാഗ്നന്റ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. ഇതൊരു നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണെന്ന് അങ്ങനെ അല്ല നിങ്ങൾ അതിനെ ആ ഓപ്പർച്യൂണിറ്റീനെ പെർസീവ് ചെയ്യണത്. നിങ്ങൾ കുറെ ഒരു ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്, സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ കുറെ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു. കുറെ ഒരു ഫൈറ്റ് ഇല്ലാച്ച ഒരു വഴക്ക് മാതിരി ഒരു എനർജി, ഒരു കുറെ ഒരു ഇന്റർഫിയറൻസ്, തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ്,
കുറെ പറഞ്ഞ മേ ബി അഫെയർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന്, ഓറൽസ് ഇത് നിങ്ങളുടെ ലൈഫിൽ കുറെ ആൾക്കാർ നിങ്ങളെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത്, അങ്ങനെയും ആവാം. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? സെപ്റ്റംബർ മാസത്തിന്റെ ഔട്ട്കം ഡെത്ത് ആണ്, സ്കോർപിയോ എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബറിൽ. ഈ ചേഞ്ച് ഒരു റിലേഷൻഷിപ്പിന്റെ ചേഞ്ച് ആണ്. മേ ബി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു ഫാമിലിയും ഉണ്ട്, ഒരു വെരി സ്റ്റേബിൾ ലൈഫായിരുന്നു നിങ്ങളുടെ, പക്ഷെ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായോണ്ട് ഇവിടെ എല്ലാം കാര്യങ്ങള് അപ്സെറ്റ് ആണ് ആവണേ, അപ്പ് ആൻഡ് ഡൗൺ ആണ് ആവണേ. ഓക്കെ, പക്ഷെ ഇവിടെ 6 ഓഫ് കപ്സും കാണാണ്ട്. അപ്പോൾ ആരോ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരാനും ശ്രമിക്കും, ബട്ട് അത് നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ തിരിച്ചെടുക്കണോ വേണ്ടെന്ന്. ഓറൽസ് ഇതൊരു പാസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം തിരിച്ചു വരാൻ നോക്കണത്, ഓറൽസ് ഒരു മുമ്പേ ആരോ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പോഴത്തെ ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് പേഴ്സൺ ആവണം എന്നില്ല, ഒരു പാസ്റ്റ് ഫ്രണ്ട് ഇല്ല വെച്ചാൽ പാസ്റ്റിന്റെ ചിലവരുടെ കൂടെ നിങ്ങൾ റീകണക്ട് ചെയ്യണു, അങ്ങനെയും ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഒറക്കിൾ മെസ്സേജ് ഇവിടെ ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്, ഫുൾ മൂൺ ഇൻ ജെമിനി. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ മാസം കിട്ടും. എന്താ ഹിഡൻ വെച്ചാൽ അതൊക്കെ എക്സ്പോസ് ആവും, നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ ഒന്നും ഒരു ഫ്രൂട്ട്ഫുൾ ആയി ഔട്ട്കം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ മെസ്സേജ്. അപ്പോൾ കാപ്രിക്കോൺ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സ്കോർപിയോ, ലിയോ, ടോറസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, അത് നിങ്ങളുടെ തന്നെ എനർജി ആവാം. പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ ഉണ്ട്, കുറെ സയൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ സയൻസിൽ അത്ര കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. മെസ്സേജ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി ചെയ്ത് നിങ്ങളുടെ മെസ്സേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പ്രൈവറ്റ് ആയി റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യുക, എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും, അതിനെ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ.